ഇന്നലെ കണ്ട കഥ, ഇന്നതിന് വേറെ കഥ, അത് പറഞ്ഞ് ഇത് പറഞ്ഞുണ്ടായി വേറെ കഥ. കാടും കടന്നു കഥ, കടലും കടന്നു കഥ, ഉണ്ടായ കഥയാരും കേട്ടതില്ല. അച്ഛാ, അച്ഛന് മെഡിസിൻ എടുക്കാൻ സമയായി. അച്ഛാ, ഇന്നലെ രാത്രി കഴിക്കേണ്ട ഗുളിക കഴിച്ചില്ലേ? ഇതിലൊരു ഗുളിക ബാക്കിയുണ്ടല്ലോ. കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മോളെ. എന്താ എനിക്കിപ്പോ ഓർമ്മ വരുന്നേയില്ല. ഞാൻ വന്ന് ചോദിക്കണായിരുന്നു, അത് ഞാനും മറന്നു. നമ്മുടെ സിഹിമോള് ഈ വീട്ടിലേക്ക് വന്നപ്പോ തുടങ്ങി വീട്ടിലൊരു ഉത്സവത്തിന്റെ പ്രതീതി അല്ലച്ച. രാവിലെ പൂജ, ചടങ്ങുകള്, ആരതി, പിന്നെ പ്രാർത്ഥനകള്. നമ്മുടെയൊക്കെ മനസ്സിൽ ശരിക്കും ഉത്സവം നടക്കുന്ന പോലെയാണല്ലോ അച്ഛാ. അത് ശരിയാ. ഈ സന്തോഷത്തില് ബാക്കിയുള്ള തലവേദനയൊക്കെ മറന്നുപോയി. എന്നാലും മരുന്ന് കഴിക്കാനൊക്കെ മറന്നാ അത് അച്ഛന്റെ ആരോഗ്യത്തെ ബാധിക്കില്ലേ അച്ഛാ? എനിക്കിപ്പോ അതിന് പ്രശ്നമൊന്നുമില്ല മോളെ, ഒരു പ്രശ്നവും വരില്ല. നിനക്കൊരു കാര്യം അറിയോ? ഈ മനസ്സിന് വലിയ സന്തോഷം വരുമ്പോ ആരോഗ്യമൊക്കെ ശരിയായിക്കൊള്ളും. കൂടാതെ വീട്ടിലെ മക്കളുണ്ടെങ്കിൽ ആഘോഷവും ബഹളവും ഒക്കെ ഉണ്ടാവും. സുഹിക്ക് ഒറ്റയ്ക്ക് വീട്ടില് സന്തോഷം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവക്ക് ഒരു അനിയത്തിയോ അനിയനോ ഉണ്ടെങ്കിൽ ഈ വീടേ നന്ദഗോകുലമായിട്ട് മാറും. അതൊന്നും നടക്കാൻ പോകുന്നില്ല അച്ഛാ. എന്താ മോളെ, എന്താ നീ പറഞ്ഞേ? നടക്കില്ല എന്നോ? എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം ഭാർഗവി? നടക്കില്ല എന്ന് പറഞ്ഞ? അത് പിന്നെ സീത, ഇന്ന് നമ്മുടെ സിഗിമോളുടെ മുഖത്ത് ഇത്രയും സന്തോഷമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ മോൻ കൂടിയാണ്. ഞാനോ? സംശയം എന്തിനാ? അവളുടെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവന്നില്ലേ? എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. എന്റെ സിഹിയുടെ ആഗ്രഹങ്ങളെ നീ സാധ്യമാക്കുന്നുണ്ടല്ലോ മോനെ. ഞങ്ങളുടെ സിഹിമോളെ ഇത്ര സന്തോഷായിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാ ഞങ്ങൾ കാണുന്നത്. ഇനി മുതൽ ഈ സന്തോഷവും ചിരിയും എല്ലാം അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. സീതേ, രാമ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലേക്ക് വന്ന് മോളെ കണ്ടുപോകുന്നതില് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? അല്ല സാർ, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇറ്റ്സ് യുവർ റൈറ്റ്. ഞങ്ങൾക്കതിൽ ഒരു എതിർപ്പുമില്ല. പ്ലീസ് ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കല്ലേ. സിഹി എപ്പോഴും നിങ്ങളുടെ കൊച്ചുമോളാ. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അവിടെ വന്ന് കാണാലോ. അവളെ ഞങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടു നടന്നതല്ലേ. അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് അവളെ കണ്ടുപൊക്കോളാം. വരൂ, വീട്ടിൽ കയറിയിട്ട് പോകാം. അമ്മേ, ഞങ്ങൾ പിന്നൊരിക്കൽ വരാം അമ്മേ. ഇവർക്കിപ്പോ ഓഫീസിൽ പോണം. അമ്മ, ഞങ്ങളാണെങ്കിൽ എപ്പോഴും സിഹിയെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നോണ്ടേയിരിക്കും. ആ സമയത്ത് അങ്ങോട്ട് വീട്ടിലേക്ക് വരാലോ. ശരി മോനെ, സന്തോഷായിട്ടിരിക്കും മോളെ. ശരി അമ്മേ. സാർ വരും, ഞങ്ങൾ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അതൊന്നും വേണ്ട മോനെ. ഇവിടെ അടുത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അവിടം വരെ ഒന്ന് പോയിട്ട് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും. സിഹി ഇപ്പൊ വീട്ടിലില്ലാത്തതുകൊണ്ടേ ഞങ്ങൾക്ക് നേരം പോകാറില്ല. ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്കൊക്കെ വരണേ. ശരി മോളെ, ശ്രദ്ധിക്കണം കേട്ടോ. ബൈ സർ. ബൈ അമ്മേ. ബൈ. എന്നോട് ബോർഡിംഗ് സ്കൂളിൽ പോവാൻ പറഞ്ഞിരുന്നല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യണം? അച്ഛനും അമ്മേനെയും ബുദ്ധിമുട്ടാക്കാതെ അവരിൽ നിന്ന് അകന്നു പോകുന്നത് എങ്ങനെയാ? ഞാൻ അടുത്തില്ലെങ്കിൽ അച്ഛനും അമ്മയും സന്തോഷമായിരിക്കും. ഹണിമൂണിനും പോയിക്കോളും. അച്ഛനും അമ്മയും എന്നെ പിക്ക് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോളാം. ജാൻവി പ്രസന്റ് മാം. സിഹി 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 സിഹി. പറ ആന്റി. ആന്റിയോ? പ്രസന്റ് മാം. ഇവിടെ ഏത് ആന്റിയാ ഉള്ളത് സിഹി? നീ വീട്ടിലല്ല, സ്കൂളിലാ ഉള്ളത്. എന്തെങ്കിലും പറ ഭാർഗവി. അത് അച്ഛാ, എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്നാ ചോദിച്ചത്? രാമന് ജനിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോ നടക്കില്ല എന്ന് പറഞ്ഞല്ലോ.
എന്താ അതിനർത്ഥം? എന്തുകൊണ്ട് നടക്കില്ല? അയ്യോ അച്ഛാ, അച്ഛൻ ദേഷ്യപ്പെടരുത്. അത് പിന്നെ അച്ഛാ, അച്ഛൻ്റെ അടുത്തുനിന്ന് ഞാനൊരു കാര്യം മറച്ചു വെച്ചിരുന്നു. അതെന്താ കാര്യം? അത് ഈ വീട്ടിൽ നിന്ന സിഹിക്ക് മോശമാണെന്നുള്ള കാര്യം ജോത്സ്യം പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് അപ്പു വീട് മാറുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോയെന്ന് അവരോടൊന്ന് ചോദിക്കാന്ന് കരുതി ഞാൻ വിളിച്ചിരുന്നു. അവര് അപ്പുവിന്റെ കൂടെ സീതയുടെ ജാതകം കൂടി കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ അയച്ചു കൊടുത്തു. ജാതകം കണ്ടപ്പോ അവര് ഒരു പുതിയ കാര്യം കൂടി പറഞ്ഞു വച്ചാ. എന്താ പറഞ്ഞത്? അത് പിന്നെ നമ്മുടെ അപ്പുവിന്റെയും സീതയുടെയും കൂടെ സിഹി ഉള്ളിടത്തോളം കാലം അവർക്ക് മറ്റൊരു കുഞ്ഞ് ജനിക്കില്ല എന്നാ പറഞ്ഞതച്ചാ. അയ്യോ അച്ഛാ, അച്ഛനതിനെങ്ങനെ ടെൻഷൻ ആവണ്ട. അവരങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് അതൊക്കെ സത്യമാവാൻ പോകുന്നുണ്ടോ? ഈ ലോകത്ത് എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ അപ്പുവിന് ഉറപ്പായിട്ടൊരു കുഞ്ഞുണ്ടാകും അച്ഛാ. കുഞ്ഞെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല ഭാർഗവി. രാമന്റെ തലമുറ ഇവിടെ നിലനിൽക്കണമെങ്കിൽ അവനൊരു ആൺകുട്ടി ഉണ്ടായേ പറ്റൂ. ശരി, ജോലിസ്ഥരോട് ഞാൻ തന്നെ ഒരു പരിഹാരം ചോദിക്കാം. ഈ കാരണം കൊണ്ടാ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അച്ഛനോട് പറയാനായിട്ട് ഞാൻ മടിക്കുന്നത്. മാത്രമല്ല അച്ഛാ, ഈ കാര്യം അപ്പുവിനോടും സീതയോടും പറഞ്ഞ അവരത് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. നമ്മുടെ അപ്പുവാണെങ്കിൽ സിഹിയെ അവന്റെ സ്വന്തം മോളായിട്ടാ കരുതുന്നത്. രാവിലെ സ്കൂളിൽ വിടുന്ന കാര്യം മുതല് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവൻ തന്നെ ചെയ്യുന്നത്. സിഹി ഇങ്ങനെ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാര്യം അത് സ്വപ്നത്തിൽ മാത്രമേ നടക്കൂ വെച്ച. ആ കൊച്ചുകുട്ടി അവരുടെ മുമ്പിൽ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോ മറ്റൊരു കുഞ്ഞിനെ വേണമെന്ന് അവർക്ക് തോന്നുവച്ചാ. അച്ഛനിപ്പോ ഒരു അനന്തരാവകാശി വേണമെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് അവർക്ക് രണ്ടുപേർക്കും കൂടി തോന്നണ്ടേ? പക്ഷെ ആദ്യമേ നമ്മളിതൊക്കെ സംസാരിച്ച കാര്യമല്ലേ മോളെ? എന്റെ ഈ ആഗ്രഹത്തെ കുറിച്ച് സീതയ്ക്ക് രാമന് നല്ല കൃത്യതയുണ്ട്. അതെ അച്ഛാ, പക്ഷേ സിഹിമോൾ അവരുടെ കൺമുമ്പിലുള്ളിടത്തോളം കാലം അവർക്ക് മറ്റൊരു കുഞ്ഞിനെ വേണമെന്നൊരിക്കലും തോന്നില്ല അച്ഛാ. എനിക്കാണെങ്കിലും സിഹിമോൾ ഈ വീട്ടിൽ വന്ന പിന്നെ അനിയേക്കാളും അവളോടാ ഇഷ്ടം തോന്നുന്നത് അച്ഛാ. അങ്ങനെയുള്ളപ്പോ സീത അവളുടെ പെറ്റ അമ്മയല്ലേ. മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് അവള് ചിന്തിക്കുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛൻ ഇനി ഇത് ഇവിടെ ഇരുന്ന് ആലോചിച്ച് വെറുതെ ടെൻഷൻ ആക്കരുത്. ദൈവം നിശ്ചയിച്ചത് എന്താണോ അത് തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഹായ് അഞ്ജു, നീ എന്ത് ചെയ്യാ? ഗുരുവിനിപ്പോ എങ്ങനെയുണ്ട്? ആ ചേച്ചി, ഗുരുവിനിപ്പോ ഭേദമായിട്ട് വരുന്നു. ഓക്കെ, ഇനി നീ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നേ? അത് ചേച്ചി, ആശ്രമത്തിൽ ഇൻഹൗസ് ആയിട്ട് ഡോക്ടറായിട്ട് ചേരാൻ വേണ്ടി പറഞ്ഞിരുന്നു. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെയാ. എനിക്കിവിടുത്തെ ചുറ്റുപാടും ഇഷ്ടമാണ്. കൂടുതൽ ശമ്പളവും കിട്ടും ചേച്ചി. എന്തായാലും ആലോചിച്ചിട്ട് പറയാന്നാ ഞാൻ അവരോട് പറഞ്ഞത്. അപ്പൊ നീ അവിടെ തന്നെ നിൽക്കാൻ പോവാണോ? അഞ്ജു, നീ ഞങ്ങൾ ഒഴിവാക്കിയിട്ട് പോയതാണോ? അങ്ങനെയല്ല ചേച്ചി. കുറച്ചുപോലും ബുദ്ധിയില്ലേടി നിനക്ക്? ശമ്പളം കൂടുതൽ കിട്ടും, ഫ്രണ്ട്സൊക്കെ അവിടെയാണെന്ന് പറഞ്ഞ് അവിടെ തന്നെ കൂടാൻ നീ അങ്ങ് തീരുമാനിച്ചോ? എടി, എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം, എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ട സ്വപ്നമായിട്ട് തന്നെ അങ്ങ് നിൽക്കോ? അഞ്ജു, നീ ഇല്ലാണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല. അഞ്ജു, നീ ഒന്ന് തിരിച്ചു വാ. നീ ആയുർവേദ ക്ലിനിക്കിൽ തന്നെ ഡോക്ടറായിട്ട് ജോലി ചെയ്തോ, പക്ഷെ പ്ലീസ് വീട്ടിലേക്ക് തിരിച്ചു വാ. ചേച്ചി, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്തിട്ടൊന്നുമില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുന്നതേ ഉള്ളൂ. എനിക്കും നിങ്ങളെ ഏട്ടനെയൊക്കെ വിട്ടു നിൽക്കുന്നത് വിഷമമുള്ള കാര്യം തന്നെയാ. എനിക്കെല്ലാം അറിയാം. നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ തന്നെയല്ലേ ഇഷ്ടം. നിന്റെ ചേട്ടൻ എന്തായാലും നിന്നെ വാ തുറന്ന് വീട്ടിലേക്ക് വിളിക്കാൻ പോകുന്നില്ല. എപ്പോഴും ഞാനാ ചോദിക്കാം, അഞ്ജു എന്നാ വരുന്നേന്ന്. നല്ല പെർഫെക്റ്റ് ചേട്ടനും പെങ്ങളും. ഏട്ടന്റെ വിശേഷം എന്താ? മലേഷ്യയിലെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ?
നിന്റെ ചേട്ടൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. മലേഷ്യയിലെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ബാംഗ്ലൂരുണ്ട്. ബാംഗ്ലൂരിലല്ല, ഇപ്പൊ ഇവിടെ എന്റെ അടുത്ത് നിന്ന് ഞാൻ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കാം. നോക്കഞ്ചു, ഇതൊന്നും എനിക്കറിയില്ല. നീ എന്തായാലും ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ നിൽക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. വേഗം എല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് വരാൻ നോക്ക്. ഹലോ, നീ എന്താ ഒന്നും പറയാതിരിക്കുന്നേ? നോക്ക്, ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് തന്നെ ഫൈനല്. നീ വരണം, വരും, വന്നേ പറ്റൂ. ടേക്ക് കെയർ. ഇടയ്ക്ക് നിന്റെ ചേട്ടനെ ഒന്ന് വിളിച്ചേക്ക്. പാവം, അവന് നിന്റെ കാര്യത്തിൽ ഭയങ്കര കൺസേണാ. ശരി ചേച്ചി, ഞാൻ ആശ്രമത്തില് സേഫ് ആയിട്ടുണ്ടെന്ന് പറയണേ ഏട്ടനോട്. ഓക്കെ അഞ്ചു, ബൈ, ടേക്ക് കെയർ. എടാ, ചേമ്പറിലേക്ക് വരാമോ? വിളിക്കുന്നുണ്ട്. എന്താടാ വരാൻ പറഞ്ഞേ? എവറിത്തിങ് ഓക്കെ? ആ, എവറിത്തിങ് ഈസ് ഓക്കെ. പറ. അല്ല, നിങ്ങൾ സംസാരിക്കായിരുന്നല്ലേ? സോറി നിങ്ങളെ ഡിസ്റ്റർബ് ആക്കിയതിന്. നീ ഇതെന്താടാ അന്യരെ പോലെയൊക്കെ സംസാരിക്കുന്നത്? ഒരെണ്ണം കൂടെ. എടാ, നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ. ഞാൻ എന്തായാലും വരാൻ കുറച്ച് ലേറ്റ് ആവും. പ്രിയ, സോറി മോളെ. എനിക്കറിയാം നിന്റെ ഭർത്താവ് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്ന്. പക്ഷെ അവനെ ഞാൻ കൊണ്ടുപോകുന്നതിൽ എന്നോട് ദേഷ്യം തോന്നല്ലേ കേട്ടോ. ദാറ്റ്സ് ഓക്കെ. ഞാൻ അങ്ങനെ ഒരു ടിപ്പിക്കൽ വൈഫൊന്നും അല്ല. എന്തായാലും എന്റെ ഭർത്താവാകുന്നതിന് മുമ്പേ നിങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണില്ലേ? ദാറ്റ്സ് ഓക്കെ, യു ക്യാൻ ക്യാരി ഓൺ. ശരിടാ, സിഹിയെ പിക്കപ്പ് ചെയ്യാൻ പോണം. എനിക്ക് ലേറ്റ് ആവുന്നു. ഓക്കെ? എന്താടാ, കംപ്ലീറ്റ് ഫാമിലി മാൻ ആയല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആകാതെ പറ്റുമോ? നമ്മുടെ സീതയെക്കാളും നിനക്ക് സിഹിയോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. See, there is no comparison between സിഹി ആൻഡ് സീത. എനിക്ക് അവർ രണ്ടുപേരെ ഒരുപാട് ഇഷ്ടമാണ്. വെരി ഗുഡ്. സീത എന്നാ ഓഫീസിലേക്ക് വരുന്നത്? ഹേയ്, ഒന്ന് കൊണ്ടുവാടാ. അവൾക്ക് അവളുടെ ഫ്രണ്ടിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. പ്രോബബ്ലി നാളെ. അതുകൊണ്ട് നിന്നോട് ഈവനിങ് വരാൻ പറഞ്ഞേ. ഐ ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ഓക്കെടാ, ബൈ. ലേറ്റ് ആയി. ബൈ. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ ബൈ. ഓക്കെ, ശ്രദ്ധിച്ചു പോടാ. പതുക്കെ പോയാ മതി. ഓക്കെ, ബൈ ബൈ ബൈ. ബൈ. അതെ, സീത ഓഫീസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യണോ? അതെന്തിനാ? ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതിന്. എന്താണെന്ന് എന്നോടും കൂടെ ഒന്ന് പറഞ്ഞൂടെ? കമ്പനി റൂൾസ് ആണ് മോളെ, കോൺഫിഡൻഷ്യൽ ആണ്. അതങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ടിക്കറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? ഞാൻ കണ്ടുപിടിച്ചോളാം, പറയണ്ട. ഹേയ് ഹേയ്, നീ എന്തൊക്കെ ഡ്രാമ കളിച്ചാലും ഞാൻ പറയില്ല, 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 പറയില്ല. ശ്വേത, പരിപ്പൊക്കെ നന്നായിട്ട് നനഞ്ഞിരിക്കുക. വെയിലത്ത് വെക്കണം. സീത, അതൊക്കെ എക്സ്പയർഡ് ആയി കാണും. ഇതൊക്കെ എന്തിനാ പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത്? എടുത്ത് കളയാൻ നോക്ക്. കളയാനോ? ഇത്രയധികം വേസ്റ്റ് ചെയ്യണോ അമ്മേ? വെയിലത്ത് വെച്ചത് ഓക്കെ ആയിക്കോളും. ശരി, ഇതൊക്കെ നോക്കാൻ ഇവിടെ അവരുണ്ടല്ലോ. നീ അടുക്കളയിൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്? പോയി സമാധാനായിട്ട് റിലാക്സ് ചെയ്യാൻ നോക്ക്. അമ്മേ, അരി കുറച്ച് കുറവായിരുന്നു. അരി തീർന്നു പോകുന്നത് നല്ലതല്ലെന്നല്ലേ? ഞാൻ പോയൊരു 5 കിലോ വാങ്ങി വരട്ടെ. അരി തീർന്നു പോയെന്നോ? അതിനൊരു വഴിയുമില്ലല്ലോ. നീ ഒരു പക്ഷെ കിച്ചണിലായിരിക്കും നോക്കിയത്. നമ്മുടെ വീട്ടില് ഗ്രോസറി തീർന്നു പോകുന്നൊരു പ്രശ്നമേ ഇല്ല. സ്റ്റോർ റൂമിൽ പോയി നോക്ക്, അവിടെ കാണും. ശരി അമ്മേ. അമ്മേ, ഒരേ ഒരു റിക്വസ്റ്റ്. ഞാൻ വന്നപ്പോ തൊട്ട് ബസ്മതി അരിയാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഖാരി വാങ്ങാൻ പറ്റുമോ? ചോറുണ്ടാക്കാനും അരി കൊണ്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാനും വളരെ നല്ലതാ അത്. ശരി, സാധന വരുത്തിച്ചേക്ക്. ബൈക്കൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സീത ഒന്നോടൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ കാറ് വാങ്ങായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? നമ്മുടെ വിധി. നമ്മുടെ തലയിൽ എന്താണോ എഴുതിയത് അതല്ലേ സംഭവിക്കൂ. എത്രയോ പെൺകുട്ടികള് കല്യാണം കഴിഞ്ഞാ പിന്നെ അച്ഛനെ അമ്മയെ നോക്കില്ല. അങ്ങനെയുള്ളപ്പോ സ്വന്തം ചേട്ടനെയും നാത്തൂനെയും സീത കൈവിടാതെ നിങ്ങളെ ബൈക്ക് വാങ്ങിക്കാൻ അവള് സഹായിച്ചില്ലേ? അതെങ്കിലും ഓർത്ത് സന്തോഷിക്കുമോളെ. സന്തോഷമുണ്ട് മുത്തശ്ശി. പക്ഷെ നമ്മുടെ സീതയ്ക്ക് എന്തു കുറവാ ഉള്ളത്? ആ വീട്ടില് 5-6 കാറുണ്ട് അത്രേ. എത്ര വാരിക്കോരി കൊടുത്താലും തീർന്നു പോകുന്ന പ്രശ്നമേ ഇല്ല. എന്ന് കരുതി ഞങ്ങൾക്ക് കാറ് വേണോന്ന് പറയാൻ പറ്റുമോ? ഞാനില്ലേ,
കേറി ചെന്ന വീട്ടിൽ അവക്കതൊരു കുറച്ചിലാവില്ലേ? അതുകൊണ്ടാ ബൈക്കിൽ നിർത്തിയ. ഓ, വണ്ടി നിങ്ങൾ പോയി ബുക്ക് ചെയ്തല്ലേ? എപ്പോഴാ കിട്ടുക? അത് ചേട്ടനെ പേപ്പറൊക്കെ നോക്കി സൈൻ ചെയ്യാൻ പോയതാ. ഷോറൂമിൽ പോയിട്ട് എനിക്ക് കാര്യമൊന്നും ഇല്ലെന്ന് കരുതി ഇങ്ങോട്ട് വന്നതാ. അതുമല്ല, സീതയുടെ കല്യാണം കഴിഞ്ഞപ്പോ സുലോചന നിങ്ങളെ മറന്നുപോയെന്ന് നിങ്ങൾക്കൊരു വിഷമം തോന്നരുതല്ലോ, അതിനാ ഇങ്ങോട്ട് വന്നേ. പോരാത്തതിന് ഇപ്പൊ മഴ എപ്പോ വരും വെയിൽ എപ്പോ വരും എന്നൊന്നും പറയാനും കഴിയില്ല. പുറത്തിറങ്ങാൻ തന്നെ പേടിയാ. പക്ഷെ മുത്തശ്ശി, നിങ്ങൾ ഉണ്ടാക്കുന്ന കോഫി എല്ലാ സീസണിലും ബെസ്റ്റാ. കുറച്ച് മധുരം കുറച്ച് ഒരു കോഫി ഉണ്ടാക്കി തരുമോ? ശരി മോളെ. മുത്തശ്ശ, വീടിന്റെ അവസ്ഥ എന്താ? എന്തേലും പറഞ്ഞായിരുന്നോ സീത? എന്ത്? നിനക്കെന്താ കേൾക്കേണ്ടത്? അല്ല, വീടിങ്ങനെ ഒഴിച്ചിടാനാണോ അതോ വിൽക്കാനുള്ള എന്തേലും ആലോചന ഉണ്ടോ? ആവോ, എനിക്കറിയില്ല. ഞങ്ങളുടെ അടുത്ത് അവള് ഒന്നും പറഞ്ഞിട്ടില്ല. മുത്തശ്ശ, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, വീടൊന്ന് ക്ലീൻ ചെയ്തേക്കാം. താക്കോലുണ്ടെങ്കിൽ ഒന്ന് തരുമോ? സിഹി വരേണ്ട സമയമായി. അവൾക്ക് വേണ്ടി ഞാൻ ചപ്പാത്തി റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അനിക്കും ചേർത്തുണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, അനിക്ക് എന്തിനാ അതൊക്കെ ഉണ്ടാക്കാൻ പോയത്? അവൻ അതൊന്നും കഴിക്കില്ല. അവൻ എപ്പോ എന്ത് ഇഷ്ടപ്പെട്ട് ചോദിക്കൂന്നുള്ളത് ആർക്കും അറിയില്ല. അനിയുടെ ഭക്ഷണവും ഇഷ്ടങ്ങളൊക്കെ നോക്കുന്നത് സാധനയാ. അത് അവള് നോക്കിക്കോളും. യു ഡോണ്ട് വെറി. ശരി അമ്മേ. സിഹി വന്നല്ലോ. ഹായ് ബേബി. നീ ഇല്ലാതെ ഞങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ എന്തോരം ബോറടിച്ചെന്നറിയാവോ? എന്നെ അത്രയ്ക്ക് മിസ് ചെയ്തോ? കൊറേ 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 മിസ് ചെയ്തു നിന്നെ. അപ്പൊ എന്നെ റാം, ഇതെന്താ നീ ബാഗൊക്കെ പിടിച്ചോണ്ട് വരുന്നേ? ഇങ്ങ് തന്നെ. ഇറ്റ്സ് ഓക്കേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് എനിക്ക് ഭാരാവെന്ന് പറഞ്ഞ് ബാഗും ലഞ്ച് ബോക്സും എടുത്തോണ്ട് വന്നു. ആക്ച്വലി നീ ഇവളോട് കൺഗ്രാറ്റ്സ് പറയണം. എന്തിന്? അവളോട് ചോദിക്കേ. സീതമ്മ, ഞാൻ ഇന്ന് സ്കൂളില് പ്രോഗ്രസിംഗിന് ഫസ്റ്റ് മേടിച്ചല്ലോ. ആണോ? കൺഗ്രാറ്റുലേഷൻസ്. മിടുക്കി എന്റെ മോള്. താങ്ക് യു സോ മച്ച് സീതമ്മ. സ്കൂളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നതിന് മുമ്പ് അച്ഛനോട് പറഞ്ഞല്ലേ? പിന്നല്ലാതെ, വണ്ടിയിൽ വെച്ച് ഞങ്ങൾ എല്ലാം സംസാരിച്ചു അല്ലടാ. ഇപ്പൊ അച്ഛനും മോളും ഒരു ടീമായി, ഞാൻ പുറത്തല്ലേ? സീതമ്മ, നീ പുറത്തായിട്ടില്ല. നീയും ഞങ്ങളുടെ ടീമിലാ. ശരി, വേഗം പോയി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാ. ബാഗിങ് താ. നിനക്ക് ഞാൻ ചപ്പാത്തി റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സീതമ്മ, എനിക്ക് നിനക്ക് കോഫി. ഓ, ബാഗ് താ. വാ 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 വാ. ഒന്നും വേണ്ട മോളെ. വേണമെങ്കിൽ അത് സീത പറയുമായിരുന്നു. നീ എന്തിനാ വെറുതെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നേ? കോഫി ഉണ്ടാക്കി തരാൻ, കുടിച്ചിട്ട് പോയിക്കോ. അത് ശരിയാ. സീത പറഞ്ഞ വേണമെങ്കിൽ കേൾക്കാതിരിക്കാം. പക്ഷെ നിങ്ങൾ പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ശരി, ഞാൻ ദാ വരുന്നു. ഇവളിതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പാവമുണ്ട്. സീതയുടെ കല്യാണം കഴിഞ്ഞിട്ടും ഇവരൊരു സൗര്യവും കൊടുക്കുന്നില്ലല്ലോ അവക്ക്. ഓരോരോ തലവര. ഹലോ ചേട്ടാ, വീടിനെ കുറിച്ച് എത്ര ചോദിച്ചിട്ടും ഈ കിളവനും കിളവി ഒന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുവാ. ഇങ്ങോട്ട് വന്നത് വെറുതെ ആയിപ്പോയി. കോഫിയും ഫുഡും തന്നിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ട് വരാം. ശരി ശരി, അങ്ങനെ ചെയ്യാം. ശരി. രാമ, മുത്തശ്ശ,
രാവിലെ മകളെ സ്കൂളിലേക്ക്, വൈകിട്ട് സ്കൂളിൽ നിന്ന് തിരികെ ഇങ്ങോട്ട്, ഇത്രയുള്ള പണി. തൽക്കാലം അത്രേ ഉള്ളൂ മുത്തശ്ശ. നോക്ക് രാമ, അവളെ രാവിലെ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും വേറൊരു പരിഹാരം ഉണ്ടാക്കാം. നീ ഇങ്ങനൊരു സമയത്തെ അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും നിന്ന് എങ്ങനെയാ? ഇറ്റ്സ് ഓക്കെ മുത്തശ്ശ, ഐ ക്യാൻ ഹാൻഡിൽ. അതെനിക്കറിയാം. നീ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നവനാ, മിടുക്കനാ നീ. അതല്ല കാര്യം. അല്ല മുത്തശ്ശ, ഇപ്പൊ എന്താ പ്രശ്നം? നീ ദിവസം മുഴുവൻ സിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു, ഓഫീസിൽ പോകുന്നു, വരുന്നു, ഇത് മാത്രം ചെയ്താ നിങ്ങളുടെ കുടുംബം നോക്കുന്നത് എപ്പോഴാ? നീയും സീതയും ഹണിമൂണിനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞത്? ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? വീണ്ടും വീണ്ടും പറയണോ? മനസ്സിലാവില്ലേ? ഇനി ഒരു അക്ഷരം മിണ്ടരുത്. നീ സംസാരിച്ചു തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്റെ വായടപ്പിക്കാൻ നോക്കും. മുൻപ് കല്യാണ കാര്യത്തിൽ ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഈ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണോ? മുത്തശ്ശ, ശരിക്കും ഞാൻ ആളുടെ കൊച്ചുമോനാ? മാങ്ങാത്തൊലി, എന്റെ കൊച്ചുമോൻ ആണല്ലോ. മുത്തശ്ശൻ പറഞ്ഞാൽ എന്തെങ്കിലും കേൾക്കാതിരുന്നിട്ടുണ്ടോ? ഓഹോ. മുത്തശ്ശ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. നീ ഇങ്ങനെയൊന്നും കളിപ്പിക്കാൻ നിൽക്കല്ലേ രാമ. ആദ്യം നീ ഹണിമൂണിലുള്ളത് പ്ലാൻ ചെയ്യണം, വെറുതെ സുഖിപ്പിക്കാൻ നിൽക്കല്ലേ. ഓ മുത്തശ്ശ, എല്ലാം ഞാൻ പ്ലാൻ ചെയ്യാം. ഹണിമൂണിന് ഞങ്ങൾ പോയിട്ട് വരാം. തൽക്കാലം ഈ കാര്യമൊന്നും പറഞ്ഞ് എന്നെ ഫോഴ്സ് ചെയ്യല് കേട്ടോ. പിന്നെ നാളെ ഇവിടുത്തെ മരുമകളെ എൻ്റെ കൂടെ ഓഫീസിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ. ഓക്കെ അല്ലേന്ന് ചോദിക്കുന്നത് എന്തിനാടാ? സന്തോഷമുള്ള കാര്യം. എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞോ. ഇപ്പോ വിഷയം മാറ്റാൻ നിൽക്കണ്ട. ആദ്യം എനിക്കൊരു ക്ലാരിറ്റി വേണം. നീ എന്താ കരുതിയത്? നിനക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ലടാ. ഇതെന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്റെ ഭാര്യയുടെ കൂടെ ഹണിമൂണിന് പോകാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഓ അതെയോ? എനിക്കാണെങ്കിൽ നീ സീതാപതി രാമനുമാണ്, നല്ല കൃഷ്ണനുമാണ്. എന്നിട്ട് രാമകൃഷ്ണ പരമഹംസന്റെ ബാധ കയറിയൊന്നൊരു സംശയം. ഞാനാണെങ്കിൽ സീതാപതി രാമനാ മുത്തശ്ശ. ഓ എന്താ മുത്തശ്ശ ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ വലിയ ബോർഡ് മീറ്റിംഗ് ടൈപ്പിലൊക്കെ സംസാരിക്കുന്നേ? ഞാൻ നിങ്ങളുടെ കൊച്ചുമോനെന്ന കാര്യം മറക്കല്ലേ? ഓഹോ, അശോകില്ലാത്തോണ്ട് നീ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. നിനക്ക് അങ്ങനെ എന്നെ കളിയാക്കാൻ പറ്റൂടാ? എനിക്ക് 3 ആൺകുട്ടികളാ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ ഒരുപാടങ്ങ് പറഞ്ഞു പോകണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എങ്ങും പോകുന്നില്ല. നീ ഹണിമൂണിന് പോയേ പറ്റൂ, ബാക്കിയൊക്കെ പിന്നെ. എന്താ? സിഹി, വാ ഡ്രസ് മാറാം. ഇതെന്ത് ഷർട്ടില് പെന്മാർക്ക്? ഇതിന് പോകുവോ എന്തോ. ലഞ്ച് തന്നു വിട്ടതല്ലേ, എല്ലാം കഴിച്ചില്ലേ? വേസ്റ്റ് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. നിന്റെയും നിന്റെ ഭർത്താവിന്റെയും കല്യാണം കഴിഞ്ഞതല്ലേ? സിഹി, എന്ത് വർത്താനം ഇത്? നിന്റെയും ഭർത്താവിന്റെയും കല്യാണം കഴിഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ. ശരി, പറയില്ല. കല്യാണം കഴിഞ്ഞ ഹണിമൂണിന് പോയല്ലേ പറ്റൂ. എന്താ പോവാത്തെ? ഞാനിവിടെ ഉള്ളത് കൊണ്ടല്ലേ. ഞാനിവിടെ സ്കൂളിൽ നിന്ന് വന്ന് ഹോംവർക്കൊക്കെ ചെയ്ത് ഇവിടെ ഇരുന്നോളാം. നിങ്ങളെന്താ ഹണിമൂണിന്റെ ചടങ്ങൊന്നും നോക്കാത്തെ? ഹണിമൂൺ ചടങ്ങോ? ആരാ നിനക്കതൊക്കെ പറഞ്ഞു തന്നത്? എനിക്കറിയാം, കല്യാണം കഴിഞ്ഞ ഹണിമൂണിന് പോകുന്നൊക്കെ അതൊരു ചടങ്ങ് തന്നെയല്ലേ. അതാ ഞാൻ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നെ. ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തില്ലെങ്കിൽ എന്നെ വഴക്കു പറയുമല്ലോ. നിങ്ങൾ രണ്ടുപേരും ഹണിമൂണിന് പോവാത്തതെന്താ? അച്ഛനും പിന്നെ നീയും ഹണിമൂണിന് പോയേ പറ്റൂ. സി, നീ ചെറിയ കുട്ടിയാ. വയസ്സിന് ചേരാത്ത പോലെ എല്ലാത്തിനും അഭിപ്രായം പറയുന്ന അത്ര നല്ല കാര്യമൊന്നും അല്ല കേട്ടോ.